നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മണലൂർ നിയോജക മണ്ഡലത്തിലെ മണലൂർ പഞ്ചായത്തിലെ 205 നമ്പർ ബൂത്തിൽ ഉണ്ടായ അനിഷ്ട സംഭവങ്ങൾ അതിലെ വസ്തുതകൾ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു പത്രസമ്മേളനം വിളിച്ചു ചേർന്നത്. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുവരെ നമുക്ക് കണ്ടുപരിചിതമല്ലാത്ത, പണ്ട് ബീഹാറിലൊക്കെ നടന്നു എന്ന് പറയപ്പെടുന്ന തരത്തിലുള്ള അതിക്രമമാണ് മണലൂർ പഞ്ചായത്തിലെ 205 നമ്പർ ബൂത്തിൽ ഉണ്ടായിരുന്നത്. TN പ്രതാപന്റെ നേതൃത്വത്തിൽ ഒരു ഗുണ്ടാ സംഘം വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കെ പോളിംഗ് ബൂത്തിലേക്ക് എരച്ചു കയറുന്നു. അവിടെ BJPയുടെ ബൂത്ത് ഏജന്റിനെ ബൂത്തിനുള്ളിൽ വെച്ച് കയ്യേറ്റം ചെയ്യുന്നു. പിടിച്ച് വലിച്ചിഴച്ച് പുറത്തു കൊണ്ടുപോയി ആ പോളിംഗ് സ്റ്റേഷന്റെ മുറ്റത്തിട്ട് മർദ്ദിക്കുന്നു. നേരിട്ട് TN പ്രതാപൻ ഈ സംഭവത്തിന് നേതൃത്വം കൊടുക്കുന്നു. ഇതിന്റെ കൃത്യമായിട്ടുള്ള വിഷ്വൽ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും ഇതുവരെ ഗൗരവമായി വിഷയത്തിൽ ഇടപെടാനോ പ്രതാപനെതിരെ കേസെടുക്കാനോ പോലീസോ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് ഈ വിഷയം ശക്തമായിട്ട് ഉന്നയിക്കാൻ വേണ്ടി BJP തീരുമാനിച്ചത്. ഇന്നലെ കാലത്ത് ഒരു 10 മണിയോടടുപ്പിച്ച് ഈ 205 നമ്പർ ബൂത്തിലേക്ക് പ്രതാപനും ഒരു 4-5 പേരും ഗുണ്ടാ സംഘങ്ങളും വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കെ പോളിംഗ് ബൂത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ നാട്ടിലെ നിയമം കൃത്യമായിട്ട് അറിയാം. കേവലം കാൻഡിഡേറ്റിന് മാത്രമാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാസ് നൽകിയിട്ടുള്ള കാൻഡിഡേറ്റിന് മാത്രമാണ് വോട്ടിംഗ് ദിനത്തിൽ ബൂത്ത് വിസിറ്റ് നടത്താനുള്ള നിയമപരമായിട്ടുള്ള അധികാരം. കാൻഡിഡേറ്റ് അല്ലാതെ ഒരാൾക്കും വോട്ടിംഗ് നടക്കെ പോളിംഗ് ബൂത്തിന്റെ ഉള്ളിൽ കയറാൻ അവകാശമില്ല. ഒരു 5-6 പേര് ഈ TN പ്രതാപനൊപ്പം പോളിംഗ് ബൂത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. സ്വാഭാവികമായി അവിടെ BJPയുടെ ബൂത്ത് ഏജന്റ്, ആ ബൂത്ത് ഏജന്റ് ജയപ്രകാശ്, അദ്ദേഹം ഇരുന്നിരുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് നിന്ന് അദ്ദേഹം ഒബ്ജക്ഷൻ പറഞ്ഞു. കാൻഡിഡേറ്റ് മാത്രമേ ബൂത്തിനുള്ളിൽ പ്രവേശിക്കാവൂ, മറ്റുള്ളവർ അകത്ത് കടക്കാൻ പാടില്ല. ഇത് പ്രിസൈഡിംഗ് ഓഫീസറോട് ഉൾപ്പെടെയാണ് സബ്മിഷൻ നടത്തിയത്. ആ സമയത്ത് പ്രകോപിതനായിട്ടുള്ള TN പ്രതാപൻ പച്ചത്തെറിയാണ് ആ പോളിംഗ് ബൂത്തിനുള്ളിൽ വെച്ച് വിളിച്ചു പറഞ്ഞു. പച്ചത്തെറി. ആ ഒരു പത്രസമ്മേളനത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന വാക്കുകളല്ല അദ്ദേഹം അവിടെ പ്രയോഗിച്ചത്. ആ സമയത്ത് നമ്മുടെ പോളിംഗ് ഏജന്റ്, ബൂത്ത് ഏജന്റ് ആ വാക്കുകള് താങ്കളുടെ വീട്ടിലുള്ള ആളുകളെ വിളിച്ചാൽ മതി എന്നുള്ള ഒരു മാന്യമായിട്ടുള്ള തിരിച്ചൊരു പ്രതികരണം അദ്ദേഹം നടത്തി. ഈ പ്രതികരണം വന്ന ഉടൻ അദ്ദേഹം കൂടെ നിന്ന ആ ഗുണ്ടകളെ വിളിച്ച് തല്ലാൻ വേണ്ടി നിർദ്ദേശം കൊടുത്ത് അവര് എല്ലാവരും ഇരച്ച് ഈ ഞങ്ങളുടെ പോളിംഗ് ബൂത്ത് ഏജന്റ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഇരച്ചു കയറി വന്ന് ഇയാളെ ബലമായി, 65 വയസ്സുള്ള ഒരു വ്യക്തിയാണ്, ബലമായി അദ്ദേഹത്തെ പിടിച്ച് മർദ്ദിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ആ ബൂത്തിന്റെ ഉള്ളിൽ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഓഫീസർമാര് 2 പേര്, ആ 2 പേര് ഈ ബൂത്തിനുള്ളിൽ നടക്കുന്ന അതിക്രമത്തെ തടയാൻ വേണ്ടി കാര്യമായിട്ടുള്ള പരിശ്രമം നടത്തുന്നുണ്ട്. പോലീസ് ഓഫീസർമാര്, അതുപോലെ തന്നെ അവിടുത്തെ പോളിംഗ് ഓഫീസർമാര്, അവരൊക്കെ തന്നെ പ്രധാന ഉൾപ്പെടെയുള്ള ഈ അക്രമകാരികളോട് പോളിംഗ് ബൂത്തിന്റെ ഉള്ളിൽ കയറരുത്, പുറത്തു കിടക്കണം, ഇതിന്റെ ഉള്ളിൽ അക്രമം പാടില്ല എന്ന് അവര് പറയുന്ന സമയത്ത് അവരെയൊക്കെ തള്ളി മാറ്റി ബൂത്തിന്റെ ഉള്ളിൽ കയറിയിട്ടാണ് ഈ അക്രമം മുഴുവൻ നടത്തുന്നത്. അപ്പൊ പ്രതാപൻ ഇവരെ ഉള്ളിലേക്ക് ക്ഷണിക്കുന്നതും പുറത്തേക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറയുന്നതും ഒക്കെ ഞങ്ങൾ പുറത്തുവിട്ടിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങളിൽ ഇതെല്ലാം കൃത്യമായിട്ടുണ്ട്. പ്രഥമ ആളുകളെ ഉള്ളിലേക്ക് വിളിച്ചു കയറ്റുന്നതും അയാളെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരാൻ പറയുന്നതും കൂടെ മുണ്ട് മടക്കം കുത്തി കൂടെ നടന്ന് തല്ലിക്കുന്നതും അവസാനം പുറത്തിട്ട് അയാളെ ക്രൂരമായിട്ട് മർദ്ദിച്ച് അയാള് നിലത്ത് വീണ് ബോധരഹിതനായിട്ട് കിടക്കുന്ന സമയത്ത് അവിടെ മുണ്ട് വളച്ചു കുത്തി ഒന്ന് ആക്രോശിക്കുകയാണ് TN പ്രതാപൻ. ഈ നൌഷാദ് എന്ന് പറയുന്ന ബ്ലോക്ക് മെമ്പർ പിന്നാലെ ഓടി നടന്ന് ഇടിക്കുന്നത്, ഇതെല്ലാം ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. ഇതൊന്നും ഞങ്ങൾ വാക്കാൽ പറയുന്ന കാര്യങ്ങളല്ല. ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നുള്ളത് ദൃശ്യം പരിശോധിച്ച് പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകർ മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറാകണം. ഞാനിവിടെ വിവരിച്ച മുഴുവൻ കാര്യങ്ങളും ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഇതുപോലെ ഈ ദൃശ്യങ്ങൾ നിരവധി ആളുകൾ, വോട്ടിങ്ങിന് വന്നിട്ടുള്ള നിരവധി ആളുകൾ ആ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുന്നതും ഈ ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് കാണാം. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോളിംഗ് ബൂത്തിനുള്ളിലും പുറത്തും CCTV സെറ്റ് ചെയ്തിട്ടുണ്ട്.
അത് പരിശോധിച്ചാൽ അതിൽ ഞാൻ ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും വോയിസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. വളരെ കൃത്യമായിട്ട് ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രതാപൻ എന്ന് പറയുന്നത് കളവ് മാത്രം പറയുന്ന കാപ്പട്ടിക്കാരനായിട്ടുള്ള രാഷ്ട്രീയക്കാരനാണ്. അത് ഇന്നലെയും അദ്ദേഹം ആവർത്തിച്ചു. ഞാൻ ഈ സംഭവം കഴിഞ്ഞ് പോളിംഗ് വിസിറ്റിൽ ചെല്ലുന്ന സമയത്ത് അദ്ദേഹം എന്നെ കണ്ട സമയത്ത് ഓടി വന്ന് എന്നോട് പറഞ്ഞത്, നിങ്ങളുടെ ബൂത്ത് ഏജന്റ് മദ്യപിച്ച് എന്റെ അടുത്ത് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കി എന്നെ തല്ലാൻ ശ്രമിച്ചു എന്നുള്ളൊരു കള്ളക്കഥ പറഞ്ഞ് എന്നെ പോലും തെറ്റിദ്ധരിപ്പിക്കാനാണ് ഈ വ്യക്തി പരിശ്രമിച്ചത്. ഈ സംഭവത്തിന് ശേഷം പോലീസിന് നിർദ്ദേശം കൊടുത്ത് ഈ ടി എം പ്രതാപൻ പോലീസിനെ ബലമായി പോലീസിനെ കൊണ്ട് ഈ മർദ്ദിക്കപ്പെട്ട ഞങ്ങളുടെ ഏജന്റിനെ അറസ്റ്റ് ചെയ്യിപ്പിക്കാനാണ് ശ്രമിച്ചത്. അദ്ദേഹത്തെ പോലീസ് പിടികൂടി ബലമായി കൊണ്ടുപോയി. എന്നിട്ട് അദ്ദേഹം മദ്യപിച്ചു എന്ന് വരുത്താൻ 2 ആശുപത്രികളിൽ മാറി മാറി കൊണ്ടുപോയി. ആദ്യം ആലപ്പാട് ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ CI കെൽസൺ വി മാർക്കോസ് എന്ന് പറഞ്ഞ CI അദ്ദേഹം ഈ ആലപ്പാട് ആശുപത്രിയിലെ ഡോക്ടറെ വിളിച്ച് സമ്മർദ്ദം ചെലുത്തി. അദ്ദേഹം മദ്യപിച്ചു എന്ന് റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തി. ഇപ്പൊ ഡോക്ടർ പറഞ്ഞു അയാൾ മദ്യപിച്ചിട്ടില്ല. മദ്യപിക്കാത്ത ഒരാൾക്ക് എങ്ങനെയാണ് റിപ്പോർട്ട് കൊടുക്കാൻ സാധിക്കുക? അപ്പോ അത് തൃപ്തിയാവാതെ അദ്ദേഹത്തിന് വീണ്ടും അവിടുന്ന് തൃശൂർ ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോകും. വ്യാജ റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി, മദ്യപിച്ച് കുഴപ്പമുണ്ടാക്കി എന്ന് വരുത്താൻ വേണ്ടി അവിടെ പരിശോധിച്ചു. അദ്ദേഹം മദ്യപിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടു. ഞങ്ങളുടെ പോളിംഗ് ഏജന്റാണ് കാലത്ത് 6 മണിക്ക് ആ ബൂത്തിൽ വന്ന് റിപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ പോളിംഗ് ഏജന്റാണ്. കാലത്ത് 6 മണിക്ക് മദ്യപിച്ചു വന്നു എന്നാണോ പറയുന്നത്? 2 ആശുപത്രി കൊണ്ടുപോയി പരിശോധിപ്പിച്ചു. അപ്പൊ ഈ TN പ്രതാപൻ എന്ന് പറയുന്ന കാപട്യക്കാരനായിട്ടുള്ള രാഷ്ട്രീയക്കാരൻ തെറ്റായിട്ടുള്ള നരേഷനാണ് കൊടുത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചത്. ഇതെല്ലാം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കും. വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ് TM പ്രതാപൻ ചെയ്തിട്ടുള്ളത്. ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അയോഗ്യനാക്കപ്പെടാൻ മതിയായ കുറ്റമാണ് പ്രതാപൻ ചെയ്തത്. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു സ്ഥാനാർത്ഥി പോളിംഗ് ബൂത്തിനുള്ളിൽ കയറി അക്രമം നടത്തുന്നത് നമ്മൾ ആരും കണ്ടിട്ടില്ല. ഈ കണ്ണൂർ ജില്ലയില് നമ്മൾ എപ്പോഴും പറയാറുണ്ട് രാഷ്ട്രീയ അക്രമം നടക്കുന്ന സ്ഥലമാണ്. അവിടെ പോലും ഒരു സ്ഥാനാർത്ഥി പോളിംഗ് ബൂത്തിനുള്ളിൽ കയറി ഒരു അക്രമം നടത്തുന്നത് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. ചിലപ്പോൾ പാർട്ടി പ്രവർത്തകർ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇത് സ്ഥാനാർത്ഥിയുടെ ആ സ്ഥാനാർത്ഥി നേരിട്ട് നിന്നാണ്. ദൃശ്യങ്ങളിൽ മുഴുവൻ പ്രതാപൻ നിറഞ്ഞു നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ട് ഇത്തരം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിക്കേണ്ടവരാണ് രാഷ്ട്രീയ പ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കന്മാർ. അത് പിടിച്ചു മാറ്റേണ്ടവരാണ്. അതല്ലാതെ പോയി പിടിക്ക് തല്ല് എന്ന് പറഞ്ഞ് വലിച്ചടിച്ച് കൊണ്ടുപോകുമ്പോ അയാൾ മരണപ്പെട്ടു എന്ന് വിചാരിച്ചിട്ടാണ് അയാളെ അവിടെ ഇട്ടിട്ട് പോയത്. മരിച്ചിട്ടുണ്ടാവുന്ന അയാൾ നിലത്ത് വീണ് ബോധരഹിതനായി കിടക്കുമ്പോ അയാൾ മരിച്ചു എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇവരിട്ടിട്ട് പോയിട്ടുണ്ടാവുക. അവിടെ വേറെ ആരുമില്ല. കോമ്പൗണ്ടിന്റെ ഉള്ളിൽ മറ്റൊരു BJP പ്രവർത്തകരും ഇല്ല. അന്ന് ഞങ്ങളുടെ ഏജന്റ് മാത്രമാണ് ഈ പോളിംഗ് ബൂത്തിനുള്ളിൽ. അതല്ലാതെ പിന്നെ എല്ലാവരും ഗേറ്റിന്റെ പുറത്ത് ഞങ്ങളുടെ പോലീസ് സ്റ്റേഷനിലാണ്, പുറത്തുള്ള പോലീസ് സ്റ്റേഷനിലാണ്. ഒറ്റ BJP പ്രവർത്തകരില്ല അവിടെ. അവിടെയുള്ളത് മുഴുവൻ ഈ കോൺഗ്രസ് നേതാക്കന്മാരും ഗുണ്ടകളും മാത്രമാണ്. അവരുടെ ആക്രോശവും ഈ വീണ് കിടക്കുന്ന മനുഷ്യന് ചുറ്റും നിന്ന് പ്രതാപൻ മുണ്ട് വളച്ചുകുത്തി ധാർഷ്ട്യവും ധിക്കാരവും അഹങ്കാരവും കാണിക്കുന്നത് ആ വീഡിയോയിൽ വളരെ പ്രകടമാണ്. ഞങ്ങൾ ഈ പറയുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ ആ ദൃശ്യങ്ങൾ നോക്കി മനസ്സിലാക്കണം. ഒരു രാഷ്ട്രീയക്കാരൻ ഇത്രമാത്രം അഹങ്കാരിയും ധാർഷ്ട്യക്കാരനും ആവാൻ പാടുണ്ടോ? ഒരു പോളിംഗ് ബൂത്തിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് സംഭവിക്കുന്നത്. കേരളം പോലെ ഒരു സംസ്ഥാനത്ത് പോളിംഗ് ബൂത്തിനുള്ളിൽ നടന്ന ഇത്രയും ഗൗരവമായിട്ടുള്ള ഒരു സംഭവം. ഇത് ഇന്ത്യൻ ന്യായ സംഹിത അനുസരിച്ചും പീപ്പിൾ റെപ്രസെന്റേറ്റീവ് ആക്ട് പ്രകാരവും തെരഞ്ഞെടുപ്പ് ചട്ടമനുസരിച്ചും എല്ലാ തരത്തിലും ഇത് കുറ്റകൃത്യമാണ്. ഏത് തരത്തിൽ നമ്മൾ നോക്കിയാലും ഇത് ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ്. സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അയോഗ്യനാക്കപ്പെടാൻ മതിയായിട്ട് കുറ്റമാണ്. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇത് ഞാൻ കളക്ടറെ നേരിട്ട് കണ്ട് പരാതി നൽകിയിട്ടുണ്ട്. വീഡിയോ ദൃശ്യങ്ങൾ പെൻഡ്രൈവായിട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ROന്റെ മുന്നിൽ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷെ പ്രിസൈഡിംഗ് ഓഫീസർ ഉൾപ്പെടെ ചില ആളുകൾ ഇതിനെ ലഘൂകരിക്കാനും പ്രതാപനെ രക്ഷപ്പെടുത്താനാണ് ഇതുവരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസ് ആക്രമിക്കപ്പെട്ട ആളെ പ്രതിയാക്കാനാണ് പരിശ്രമിച്ചത്. അക്രമികളെ രക്ഷപ്പെടുത്താൻ ഈ പ്രതാപനും
ബൂത്തിനുള്ളിൽ കയറി ആക്രമണം നടത്തിയ ഗുണ്ടകൾ. കാരണം അവരാരും ആ ബൂത്തിലെ വോട്ടർമാരല്ല. ആ ബൂത്തിൽ അവരെ കയറി ആക്രമണം നടത്തിയ ബൂത്തിലെ വോട്ടർമാർ പോലുമല്ല ഈ ആക്രമിച്ചിട്ടുള്ള ആളുകൾ. അവർക്കെന്താണ് ഈ ബൂത്തിൽ കാര്യം? അവർക്കെന്താണ് ഈ 205 നമ്പർ ബൂത്തിൽ ഈ നൌഷാദ്, താജു, അതുപോലെ അരുൺ ഉൾപ്പെടെയുള്ള ആളുകൾ അവർക്കെന്താണ് ഈ ബൂത്തിൽ കാര്യം? അവരാരും ഈ ബൂത്തിലെ വോട്ടർമാരല്ല. അവരെങ്ങനെ പ്രധാനമൊപ്പം ഈ ബൂത്തിന്റെ ഉള്ളിൽ വന്നു? അപ്പൊ അവരെ അറസ്റ്റ് ചെയ്യേണ്ടതിന് പകരം ആ ബൂത്തിലെ വോട്ടറായ, ആ ബൂത്തിലെ ഞങ്ങളുടെ ഏജന്റായ ആ വ്യക്തിയാണ് മദ്യപിക്കാത്ത ന്യായമായിട്ടുള്ള കാര്യം, നിയമപരമായിട്ടുള്ള കാര്യം സബ്മിഷൻ ഉന്നയിച്ച ഞങ്ങളുടെ ഏജന്റിനെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് 6 മണി വരെ ഇല്ലീഗൽ ഡിറ്റൻഷനാണ്. 6 മണി വരെ അന്യായമായി തടങ്കലിൽ വെച്ചു പോലീസ്. ഇതൊക്കെ നിയമപരമായിട്ട് ഞങ്ങൾ ചലഞ്ച് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന് പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുക്കാനും ഹൈക്കോടതിയിൽ പോകാനും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ അന്നു മുതൽ സ്ഥലത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പണം കൊടുത്ത് വിലക്കെടുത്ത് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അയാൾക്ക് വേണ്ടി വിടുപണി ചെയ്യിപ്പിക്കുകയാണ് പ്രതാപൻ ചെയ്തിട്ടുള്ളത്. അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ഇന്നലെ കണ്ട ശകടവിൽ നമ്മൾ കണ്ടത്. നീതി നടപ്പാക്കേണ്ട പോലീസ് അക്രമികളെ സംരക്ഷിച്ച് അക്രമത്തിനിരയായ ഒരു 65 വയസ്സുകാരൻ, ഒരു പാവപ്പെട്ടവരെ പിടിച്ചുകൊണ്ടുപോയി ഇല്ലീഗൽ ഡിറ്റൻഷൻ. അത് പരിക്കേറ്റുള്ള അദ്ദേഹം ഇപ്പോഴും അശ്വിനി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയാണ്. ഈ നിമിഷം വരെ അവിടെ വന്ന് അദ്ദേഹത്തിന് ഒരു മൊഴി രേഖപ്പെടുത്താനോ കേസെടുക്കാനോ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. ഇത്രയും ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ട് സോഷ്യൽ മീഡിയയില് മാധ്യമങ്ങൾ വേണ്ടത്ര ഈ സംഭവം പുറത്തു കൊണ്ടുവന്നില്ലെങ്കിലും സോഷ്യൽ മീഡിയയില് ഈ സംഭവം ഇന്നലത്തെ ഏറ്റവും വൈറലാണ്. ഈ പോളിംഗ് ബൂത്തിനുള്ളിൽ നടന്ന ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഈ സംഭവം ഇത്രയും സമയം കഴിഞ്ഞിട്ട് പോലീസ് മൊഴിയെടുക്കാനോ പ്രതികളെ പിടിക്കാനോ തയ്യാറായിട്ടില്ല. ഞങ്ങള് ഈ സമാധാനം പുലർത്തുന്നത്, സംയമനം കാണിക്കുന്നത് ബലഹീനതയായിട്ട് പ്രതാപനും ഗുണ്ടകളും തെറ്റിദ്ധരിക്കണ്ട എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പോലീസിനോട് ഞങ്ങൾക്ക് അതാണ് പറയാനുള്ളത്. ഞങ്ങൾക്ക് നീതി ലഭിക്കണം. നീതി ഞങ്ങൾ നടപ്പാക്കേണ്ട സാഹചര്യം പോലീസ് ഉണ്ടാക്കിയാൽ അതിന് പോലീസും ഇവിടുത്തെ ഭരണകൂടവും ഉത്തരവാദിയായിരിക്കും എന്ന് മാത്രം പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് കൂടിയിട്ടുണ്ടായിരുന്നൊരു കുറച്ച് വെളിപ്പെടുത്തലൊക്കെ നടത്തിയിരുന്നു. LDF ഓഫീസിൽ വെച്ചാണ് നടത്തിയത്. അദ്ദേഹം സുരേഷ് ഗോപിയിൽ നിന്നും പണം വാങ്ങിയാണ് മുരളീധരനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചത്. അതുപോലെ അദ്ദേഹം ഒരുപാട് കള്ളപ്പണം, നല്ല സ്വത്തും സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ കാപട്യക്കാരാണ്. അദ്ദേഹത്തിന് ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിലോട്ട് കണക്ട് ചെയ്ത് അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ടോ? അദ്ദേഹത്തിന് സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്ല, അതില് BJP-ക്കാര് പ്രതാപന് പണം കൊടുത്തു എന്ന് പറയുന്നത് അത് മറുപടി പോലും അർഹിക്കുന്നില്ല. അത് ഞങ്ങളൊക്കെ ഗൗരവത്തിൽ എടുക്കുന്നില്ല. പക്ഷെ മറ്റു കാര്യങ്ങളൊക്കെ പ്രതാപനുമായിട്ട് ബന്ധപ്പെട്ടത് ശരിയാവാൻ വേണ്ടി സാധ്യതയുണ്ട്. അയാളെ അനധികൃത സ്വത്ത് സമ്പാദനത്തെ കുറിച്ചും ഒക്കെ അന്വേഷിക്കേണ്ടതാണ്. കോടികളാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതാപനെ ഒഴുക്കിയിട്ടുള്ളത്. കോടികൾ വൻതോതിൽ പണവിതരണം മണ്ഡലത്തിൽ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ തന്നെ വെങ്കിടങ്ങില് ഇവര് പണം കൊടുക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയെ ഞങ്ങൾ കയ്യോടെ പിടികൂടിയിട്ടുള്ള സംഭവമാണ്. അപ്പൊ അങ്ങനെ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നിന്നൊക്കെ പ്രതാപന് എവിടെ നിന്നാണ് ഇത്രയധികം പണം? പ്രതാപന്റെ സ്വത്തിനെ കുറിച്ചിട്ടൊക്കെ ഒരു അന്വേഷണം നടത്തേണ്ടത് തന്നെയാണ്. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കും അഭിപ്രായമുള്ള കാര്യങ്ങൾ തന്നെയാണ്. വലിയ ഫൈറ്റിലേക്ക് ഇപ്പോ കാര്യങ്ങൾ കാണുന്നില്ല. എങ്ങനെയാണ് റിസൾട്ടിലോട്ട് കാര്യങ്ങൾ? അതൊക്കെ നമുക്ക് മെയ് 4-ാം തീയതി വരെ കാത്തിരിക്കാം. ഞങ്ങള് നല്ല രീതിയിൽ പ്രവർത്തനം മണലൂർ മണ്ഡലത്തിൽ നടത്തിയിട്ടുണ്ട്. ജയിക്കാൻ സാധിക്കുമെന്നുള്ള ശുഭ പ്രതീക്ഷയിലാണ്. മറ്റെല്ലാം നമുക്ക് 4-ാം തീയതി വരെ കാത്തിരിക്കാം. ഹൈക്കോടതിയെ സമീപിക്കുന്നതല്ല, എപ്പോഴായിരിക്കും കളക്ടറുടെ മറുപടി ഇപ്പൊ കിട്ടുന്നത്? ആക്ഷൻ എന്തായിരിക്കും? ഇപ്പൊ നമ്മള് പരാതി കൊടുത്തു. ജില്ലാ കളക്ടർക്കും ഭരണാധികാരിക്കും പരാതി കൊടുത്തു. ആ പരാതിയിലെ നടപടികൾ എങ്ങനെ വരും എന്ന് നോക്കിയതിനു ശേഷം ഞങ്ങൾക്ക് നീതി കിട്ടുന്നില്ലെങ്കിൽ ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കും. കളക്ടർക്ക് ഞങ്ങള് പിന്നെ ഈ വീഡിയോ ദൃശ്യങ്ങളുടെ പെൻഡ്രൈവ് ആക്കിയിട്ടുള്ള കോപ്പി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കളക്ടർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ CCTV സ്ഥാപിച്ചിട്ടുണ്ട്. അതിന്റെ വിഷ്വൽസ് ആവശ്യപ്പെട്ട് ഞാൻ വിവരാവകാശം കൊടുത്തിട്ടുണ്ട്.
അതിനകത്തും പോളിംഗ് ബൂത്തിന്റെ അകത്തും പുറത്തുള്ള മുഴുവൻ ദൃശ്യങ്ങളും ലഭ്യമാക്കണം എന്നുള്ള വിവരാവകാശ അപേക്ഷയും ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്രതാപൻ പോളിംഗ് ബൂത്തിനുള്ളിൽ വെച്ച് പച്ചത്തറി പറയുന്നത് ഉൾപ്പെടെയുള്ള ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ദൃശ്യങ്ങളിൽ ആ വോയിസ് ലഭ്യമല്ല. അദ്ദേഹം തെറി പറയുന്ന ദൃശ്യങ്ങൾ ഞാൻ കിട്ടിയിട്ടില്ല. അത് കിട്ടണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ക്യാമറ കിട്ടിക്കഴിഞ്ഞാൽ ആ വോയിസ് വളരെ കൃത്യമാവും. ഞങ്ങളെ പോളിംഗ് ബൂത്തിലുണ്ടായിരുന്ന ആളുകളോട് സംസാരിച്ചപ്പോ അദ്ദേഹം പ്രയോഗിച്ച വാക്കുകളെല്ലാം അങ്ങേറ്റം മോശമായിട്ടുള്ള വാക്കുകളാണ്.